നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര സർക്കാർ വിഷയം ഗൌരവമായി എടുത്തിട്ടുണ്ട്. പരീക്ഷ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. नीट को लेके एक फैसला आज सुप्रीम कोर्ट की स्तर से आई है. नीट में इस बार 24 लाख बच्चे परीक्षा दिए थे. कट ऑफ डेट में लगभग 13 लाख विद्यार्थी एग्जामिनेशन को क्वालिफाई किए. 4,500 24 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതിയതിൽ 13 ലക്ഷത്തോളം പേർ യോഗ്യത നേടിയിട്ടുണ്ട്. 13 ഭാഷകളിലായി 4,500ഓളം കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഇത്തവണ 6 കേന്ദ്രങ്ങളിൽ തെറ്റായ ചോദ്യപേപ്പറാണ് നൽകിയത്. ചോദ്യപേപ്പർ മാറ്റി നൽകിയെങ്കിലും ഇതിന് കുറച്ച് സമയമെടുത്തതായും അദ്ദേഹം പറഞ്ഞു. 1,563 വിദ്യാർത്ഥികളാണ് ഈ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയത്. സുപ്രീംകോടതിയുടെ നിലവിലെ ഉത്തരവ് പ്രകാരം ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുന്നതിന് പകരം ഗ്രേസ് മാർക്ക് നൽകി. വിദഗ്ധ സമിതിയെ നിയോഗിച്ചാണ് ഗ്രേസ് മാർക്ക് നിശ്ചയിച്ചത്. പിന്നീടാണ് ചില വിദ്യാർത്ഥികൾക്ക് 100% മാർക്ക് ലഭിച്ചതായി മനസ്സിലാക്കാനായത്. തുടർന്ന് ചിലർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. ഇവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള മാർക്കോ നൽകണമെന്നാണ് കോടതി ഉത്തരവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു.